മാധവിക്കുട്ടി മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ എഴുത്തുകാരി, ഏറ്റവും മികച്ച ചെറുകഥാകൃത്തുമാണ്. കോവിലൻ വളരെയധികം പരീക്ഷണാത്മകമായിട്ട് എന്നും എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ മലയാറ്റൂരിനെ ആ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ പറ്റത്തില്ല. മലയാറ്റൂർ ഒരു പോപ്പുലർ റൈറ്റിങ്ങിൻ്റെ ഒരാളായിരുന്നു. ഈ MT ഒക്കെ എഴുതി തുടങ്ങിയ 50കളിൽ മലയാറ്റൂർ അങ്ങനെ സാഹിത്യരംഗത്ത് അത്ര സജീവമായിരുന്നില്ല. പുള്ളി ചില ഹാസ്യകഥകളും അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളാണ് എഴുതിയത്. പിന്നീട് 60കളിൽ നോവലുകളൊക്കെ എഴുതിയപ്പോൾ പോലും ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് നോവലുകൾ എഴുതുന്നു എന്നല്ലാതെ ഈ നമ്മൾ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾക്കും കഥാകൃത്തുക്കൾക്കും കൊടുക്കുന്ന തരത്തിൽ അവരുടെ ഒരു ദർശനവും കാഴ്ചപ്പാടും ജീവിത വീക്ഷണവും സാഹിത്യത്തെക്കുറിച്ചുള്ള സമീപനവും ഒന്നും അദ്ദേഹത്തിൻ്റെ രചനകളിൽ മലയാറ്റൂരിൻ്റെ രചനകളിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പോപ്പുലർ ആയിരുന്നു, സാധാരണ വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, വ്യത്യസ്തമായ വിഷയങ്ങളെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, നമ്മൾ സാഹിത്യത്തെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു സമീപനത്തിലാണെങ്കിൽ ഇപ്പോൾ MT എഴുതുന്ന കാലത്ത് MT എഴുതി സജീവമായ 50കളിൽ മലയാള കഥാരംഗത്ത് വളരെ സജീവമായ ഒരു പുതിയ തലമുറ ഉയർന്നു വന്നിരുന്നു. അത് T പത്മനാഭനുണ്ട്, NP മുഹമ്മദുണ്ട്, അതുപോലെ കോവിലനുണ്ട്, മാധവിക്കുട്ടിയുണ്ട്. അല്പം കൂടി ചില വർഷങ്ങൾ കഴിയുമ്പോഴേക്കും N മോഹനൻ വരുന്നു, രാജലക്ഷ്മി വരുന്നു. ഇവരൊക്കെയാണ് ആ 50കളിൽ തകഴി കേശവ തുടങ്ങിയ മുൻ തലമുറയെ അവരുടെ കാലത്തിന് ശേഷം ഈ 50കളിൽ ഏറ്റവും സജീവമായിട്ട് വന്ന ആളുകൾ. അക്കൂട്ടത്തിൽ ഏറ്റവും സമൃദ്ധമായിട്ട് എഴുതുകയും വ്യത്യസ്തമായ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് MT നല്ല വായനക്കാരനായിരുന്നു. അതുകൊണ്ട് വെസ്റ്റേൺ ഫിക്ഷൻ, പാശ്ചാത്യ കഥാസാഹിത്യം, നോവലും ചടങ്ങുന്ന ആ വിഭാഗം വളരെ നന്നായിട്ട് അദ്ദേഹം അന്നും പിൽക്കാലത്തും വായിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ഒരു പഠനൗത്സുക്യത്തോടു കൂടി തന്നെ അദ്ദേഹം അവയൊക്കെ വായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പിൽക്കാലത്ത് എഴുതി പല ലേഖനങ്ങളിലും പഠനങ്ങളിലും ഒക്കെ തന്നെ ആ ഒരു വായനയുടെ സംസ്കാരം വളരെ സജീവമായി കിടക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം അന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ 50കളിൽ നമുക്ക് വിദേശ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൂടെ ലഭിക്കുന്ന അമേരിക്കൻ സാഹിത്യം, അതുപോലെ ബ്രിട്ടനിൽ നിന്നുള്ള സാഹിത്യം, കുറേയൊക്കെ ഫ്രഞ്ച്, റഷ്യൻ കൃതികളുടെ പരിഭാഷകൾ ഇംഗ്ലീഷിൽ കിട്ടുന്നത്, ഇതൊക്കെയായിരുന്നു. അല്ലാതെ ഇന്നത്തേതുപോലെ നമ്മൾ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം, അല്ലെങ്കിൽ ജാപ്പനീസ് സാഹിത്യം, അങ്ങനെയൊക്കെ ആഫ്രിക്കൻ സാഹിത്യം, ഇങ്ങനെയുള്ളതൊന്നും അന്ന് മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യൂറോപ്യൻ സാഹിത്യത്തിൽ വന്ന മോഡേണിസത്തിൻ്റെതായ ട്രെൻഡുകളൊക്കെ MTക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരുന്ന ഒരു കാര്യം, തനിക്ക് വളരെ ബോധ്യമുള്ള, തനിക്ക് ഉറപ്പുള്ള തൻ്റെ ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് എഴുതാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ടല്ലോ, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ ധരിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കറിയാവുന്ന എൻ്റെ സ്വന്തം നിളാനദിയാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് അദ്ദേഹം അതായത് 1968 അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ എഴുതിയ ഒരു വാക്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിലപാടായിട്ട് പിൽക്കാലത്തു നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്നും അതൊരു സത്യമായിരുന്നു. പക്ഷെ ഇങ്ങനെയാണെങ്കിലും 60കളിൽ അദ്ദേഹം ചെറിയ തോതിൽ ഈ പാശ്ചാത്യ കഥാസാഹിത്യത്തിലെ ആധുനികതയുടെ ചില ചെറിയ അംശങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ 64 ആ കാലത്ത് വന്ന ചില കഥകളുണ്ട്. ഇപ്പം ജോക്കർ, അതിലൊക്കെ ഈ വളരെ ഏകാഗിയും സമൂഹത്തോട് റബലായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന അരാജകപ്രവണരായ ചില കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ ചില ടൈറ്റിലുകൾ, ചില ശീർഷകങ്ങൾ, അതിനൊക്കെ ഒരു അന്നത്തെ മോഡേണിസ്റ്റ് സാഹിത്യത്തിൻ്റെ ചില പ്രതീതികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കഥാസമാഹാരത്തിൻ്റെ പേര് തന്നെ പതനം എന്നാണ്, വേറെ ഒന്നിൻ്റെ പേര് ബന്ധനം എന്നാണ്. അപ്പോൾ അതൊക്കെ അക്കാലത്തെ ചില ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, അദ്ദേഹത്തിന് പരിചിതമായ ലോകവും ജീവിതവും ഒക്കെയാണ് അതിൽ അവതരിപ്പിക്കുന്നത്. എങ്കിലും ശരിയായിട്ട് പിൽക്കാലത്ത് നമ്മുടെ സാഹിത്യ ചരിത്രം രേഖപ്പെടുത്തിയ ആധുനികരായിട്ടുള്ള കാക്കനാടൻ, MP നാരായണപിള്ള, മുകുന്ദൻ കാക്കനാടൻ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഗോത്രത്തിൽ MTയെ പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ അവരെ മനസ്സിലാക്കുന്ന, അവർ കൊണ്ടുവന്ന പുതുമ ഉൾക്കൊള്ളുന്ന, അതിനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു MT ഒരിക്കലും സ്വന്തം ഒരു ബലമുള്ള തട്ടകം വിട്ട് പുറത്തോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. പരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു വഴിയായിരുന്നില്ല. പക്ഷേ പുതുമകൾ എപ്പോഴും ആവിഷ്കരിക്കാൻ സ്വയം ശ്രമിച്ചിട്ടുമുണ്ട്.